ചായ ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് പാല് മാറ്റും കേട്ടോ. അതാണ് മോൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടും. എന്നിട്ട് ചായയാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അവൾക്കും ചായ കുടിക്കാനാണ് മോഹം. കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പൊടിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചായ കൊടുക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറ്റിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ബൂസ്റ്റൊക്കെ കലക്കി കൊടുക്കുമ്പോൾ ഒരു ചായയുടെ നിറം കിട്ടുമല്ലോ, അങ്ങനെയാണ് അവൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ അവിടെ വന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്നിരുന്നു. ഞാൻ ചപ്പാത്തിക്ക് മാവ് നനച്ചതിൻ്റെ ആ ഒരു മാവിൻ്റെ മുകളിലാണ് അവൾ കയറിയിരിക്കുന്നത്. അങ്ങനെ ഏട്ടന് ജോലിക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ചൂടാക്കി പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ. നല്ല വലുതാണ്. ചില സമയത്തൊക്കെ എനിക്ക് മസാല ദോശയൊക്കെ തയ്യാറാക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്. പക്ഷേ ഞാൻ എണ്ണ പുരട്ടിയിട്ടാണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൽ എണ്ണ വേണ്ട, എന്നാലും ഞാൻ എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചപ്പാത്തിയിൽ മാവ് നനയ്ക്കുമ്പോഴേ ഞാൻ എണ്ണ ഒഴിച്ച് മാവ് നനയ്ക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കല്ലിൽ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എണ്ണ തേക്കാറില്ല. അങ്ങനെ അപ്പോൾ ഏട്ടൻ കഴിക്കുകയാണ്. അതിനുശേഷം ആട്ടോ ഓടാൻ വേണ്ടി പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ഏട്ടൻ റെഡിയായി ആട്ടോ ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മോള് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയിരുന്ന കളിയാണ്. അപ്പോൾ അവൾ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ടാറ്റ കൊടുക്കാനൊക്കെ എന്നും വരുന്നതാണ്. പക്ഷേ ഇന്ന് അവൾ വീഡിയോയും കൂടി എടുക്കുന്ന സമയത്ത് അവളെ കണ്ടില്ല. അങ്ങനെ അവളങ്ങ് പോയി. അത് ഏട്ടനും ജോലിക്ക് പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ അടുക്കള ജോലിയിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിറകടുപ്പിൽ തീ എരിഞ്ഞ് കത്തുന്നത് കാണുമ്പോഴാണ് നമ്മൾ അടുക്കളയിൽ നിൽക്കുകയാണല്ലോ എന്നുള്ളൊരു ആ ഒരു പഴമയുടെ ഒക്കെ ആ ഒരു ഇത് കേട്ടോ. എനിക്ക് നിറവ് വേണമെങ്കിൽ എനിക്ക് അടുപ്പിൽ തീ കത്തിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ ചോറ്, വെള്ളം അതൊക്കെ അതിൽ തന്നെ വിറകടുപ്പിൽ തന്നെയാണ്. ബാക്കിയുള്ള കൊച്ചു പാചകങ്ങളൊക്കെയാണ് ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അരി എടുത്താണ് എനിക്കിഷ്ടം. ചിലർ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അത് തട്ടിയിടും. ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലൊക്കെ ആവും. അങ്ങനെ അടുക്കള ജോലി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു അർജൻറ്റ് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. 2 ലോൺ ബ്ലൗസിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പാചകങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കയറി. മോള് ആ വീട്ടിൽ തന്നെ ഇരുന്ന് കളിയൊക്കെ ആയിരുന്നത് കൊണ്ട് മോള് കൂടെ വന്നിട്ടങ്ങ് പോവും. തൊട്ടടുത്താണ് കേട്ടോ, അടുത്തുള്ളൊരു വീടാണ്. മുറ്റത്ത് നിന്ന് വിളിക്കേണ്ട അത്ര ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ധൃതിപ്പെട്ട് തയ്ക്കാനുള്ള ധൃതിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റിൽ ആരും ഒന്നും ഇടാറില്ല. ഇനി കമൻറ്റും കൂടെയൊക്കെ കിട്ടിയ